ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭയുടെ കേന്ദ്ര സെക്രട്ടറി പൂജനീയ ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികൾ അവർകളെ, സഭയുടെ മുതിർന്ന ഭാരവാഹികളെ, പോഷക സംഘടനാ ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളെ, ഗുരുഭക്തരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ നാട്ടിൽ ചിരപുരാതനമായി നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളാണ് യജ്ഞം, യാഗം, ഹോമം എന്നിവയൊക്കെ. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഈശ്വരാരാധനയുടെ ഒരു രൂപം കൈക്കൊണ്ടത് ഈ ഒരു യജ്ഞ സംസ്കാരത്തിലൂടെയാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ അത് വളരെ ബൃഹത്തായ ഒരു ആരാധനാ പദ്ധതിയാണ്. അതിൻ്റെ ലഘു രൂപമാണ് ഹോമം. ഹോമം പ്രായേണ വ്യക്തിഗത ഉപാസനയ്ക്കും കുടുംബത്തിലും ചെയ്യുന്ന ഒരു നിത്യ അനുഷ്ഠാനമാണ്. ഇവയെ പൊതുവായി യജ്ഞ സംസ്കാരം എന്ന് പറയുന്നു. എന്താണ് ഈ യജ്ഞ സംസ്കാരത്തിൻ്റെ ദാർശനിക മാനം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ ഒരു അത്ഭുതകരമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥവും, അത് ജഡമാകട്ടെ, ചേതനമാകട്ടെ, ചരമാകട്ടെ, അചരമാകട്ടെ, എല്ലാ പദാർത്ഥങ്ങളും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. ഈ കൊടുക്കൽ വാങ്ങലുകൾ നടത്താതെ ഇവിടെ ഒരു പ്രപഞ്ച വ്യവസ്ഥിതി ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഞാൻ സ്വതന്ത്രനാണ് എന്ന് കരുതി ആരുമായിട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകളും ഇല്ലാതെ ഒരു വ്യക്തിക്കും നിലനിൽക്കാൻ കഴിയില്ല. ഈ കൊടുക്കൽ വാങ്ങലിനെ സൂചിപ്പിച്ചുകൊണ്ട് മനോഹരമായൊരു ശ്ലോകം ഗീതയിൽ പറയാറുണ്ട്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. ഇതിൽ ആദ്യത്തെ വരിയിൽ 1-2 വാക്ക് മിസ്റ്റേക്കായി പോയിട്ടുണ്ട്. അതിൻ്റെ മുഖ്യാർത്ഥം പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്നുള്ളതാണ്. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ നിങ്ങൾ ശ്രേയസ്സിലേക്ക് ഉയർന്നാലും ദേവന്മാർക്ക് നിങ്ങൾ കൊടുക്കുവിൻ, ആ ദേവന്മാർ തിരിച്ച് നിങ്ങളെയും അനുഗ്രഹിക്കും എന്നാണ് മന്ത്രതാൽപര്യം. ഈ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിനെയാണ് വാസ്തവത്തിൽ യജ്ഞം എന്ന് പറയുന്നത്. ഈ യജ്ഞ സംസ്കാരത്തിലാണ്
നമ്മുടെ വ്യക്തി ജീവിതം തൊട്ട് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ അതിൻ്റെ താപത്തെ സമുദ്രത്തിന് കൊടുക്കുന്നു. സമുദ്രം അതിൻ്റെ ജലത്തിൻ്റെ ഒരു പങ്കിനെ സൂര്യനും കൊടുക്കുന്നു. ഇങ്ങനെ സൂര്യനും സമുദ്രവും തമ്മിൽ അവരവരുടെ ഗുണങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? മഴ സംഭവിക്കുന്നു, അല്ലേ? അപ്പൊ മഴയുടെ പുറകിൽ ഒരു പരസ്പരമുള്ള കൈമാറ്റമുണ്ട്, കൊടുക്കൽ വാങ്ങലുണ്ട്. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലില്ലാതെ ഒരിക്കലും തന്നെ ഈ പ്രപഞ്ചം മുന്നോട്ട് പോകില്ല. ഇവിടെ ഒരു വക്താവ് കുറെ കാര്യങ്ങളെ പറയുന്നു, ശ്രോതാക്കള് കുറെ കാര്യങ്ങളെ ശ്രവിക്കുന്നു. അതിൻ്റെ പുറകിൽ പല ആളുകളും പല കർമ്മങ്ങളും ചെയ്യുന്നു. ഈ കർമ്മങ്ങളെല്ലാം തന്നെ പരസ്പരം ആദാന പ്രദാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഈ മനോഹരമായ കൊടുക്കൽ വാങ്ങലിനെയാണ് യജ്ഞം എന്ന പദത്തിന്റെ ലക്ഷ്യാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ യജ്ഞത്തെ ഒരു പ്രതീകവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ദേവന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന ദേവന്മാർക്ക് നമുക്ക് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് ഋഷിമാർ ഈ മഹത്തായ യജ്ഞ സംസ്കാരത്തെ ചെറുതാക്കി പ്രതീകമാക്കി അതിനെ ഒരു ആരാധനയുടെ രൂപമാക്കി മാറ്റി. ആ ആരാധനയാണ് നമ്മൾ ഇന്ന് കാണുന്ന അഗ്നിയെ പ്രോജ്വലിപ്പിച്ച് ആ അഗ്നിയിലേക്ക് ഹവിസർപ്പിച്ച് ചെയ്യുന്ന യജ്ഞ യാഗ ഹോമ പദ്ധതികൾ. അങ്ങനെ ഈ യജ്ഞയാഗ ഹോമ പദ്ധതികളിലൂടെയാണ് വാസ്തവത്തിൽ ഈശ്വരാരാധന ആദ്യമായിട്ട് മനുഷ്യകുലത്തിൽ ഒരു ആരാധനയുടെ രൂപമുണ്ടാകുന്നത്. അതിനുശേഷമാണ് പിന്നീട് കാണുന്ന ക്ഷേത്ര സംസ്കാരമായാലും മറ്റെല്ലാ മതങ്ങളിലെ ആരാധനാക്രമങ്ങളായാലും എല്ലാം പിന്നീട് ക്രമേണ ആവിർഭവിക്കുന്നതാണ്. ആദ്യമായിട്ട് ഒരു ഈശ്വരാരാധനയുടെ സഗുണഭാവം ഉണ്ടാകുന്നത് ഈ യജ്ഞ സംസ്കാരത്തിൽ നിന്നുമാണ്. അപ്പൊ ആ യജ്ഞ സംസ്കാരത്തിലേക്ക് നമ്മൾ ദേവന് ഹവിസ് കൊടുക്കുന്നു. ആ ദേവൻ നമ്മെ അനുഗ്രഹിക്കുന്നു. ആരാണ് ദേവൻ? ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങൾക്ക് പുറകിലും ഒരു അതിനിയമമുണ്ട്. ആ അതിനിയമത്തെയാണ് ദേവൻ എന്ന് പറയുന്നത്. മഴയുണ്ടാകണമെങ്കിൽ കൃത്യമായ ഒരു നിയമം ഇവിടെയുണ്ട്. ആ നിയമത്തെ നമുക്ക് ഇന്ദ്രൻ എന്ന് വിളിക്കാം, മറ്റേത് പേരിട്ട് വിളിക്കാം. അങ്ങനെ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് പുറകിലുമുള്ള ആ അധിനിയമങ്ങളെ നമ്മൾ എന്തു പറയുന്നു? ദേവൻ എന്ന് പറയുന്നു. ആ ദേവൻ എൻ്റെ പങ്കിനെ സ്വീകരിക്കുന്നു എന്ന ഭാവനയിൽ അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നിയിലേക്ക് നമ്മൾ ഹവിസിനെ പകരുന്നു. ഇത് യജ്ഞത്തിന്റെ ഒരു സഗുണഭാവമാണ്, മൂർത്തഭാവമാണ്. അങ്ങനെ ഈ രീതിയിൽ കാലാകാലങ്ങളായി ഭാരതീയർ യജ്ഞ സംസ്കാരത്തെ ചെയ്തു. ക്രമേണ മുന്നോട്ട് പോയ സമയത്ത് ഈ യജ്ഞ സംസ്കാരത്തിലേക്ക് ചെറിയ അനാചാരങ്ങൾ കടന്നുകൂടി. ആദ്യമായി വന്നത് ആരാണ് യജ്ഞം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടു. യജ്ഞം ചെയ്യുവാൻ ഇന്ന ഗോത്രത്തിൽ ഇന്ന ജാതിയിൽ ജനിച്ച ആളുകൾക്ക് അധികാരമുള്ളൂ. നോക്കൂ, ആദ്യകാലത്ത് സാർവത്രികമായി നടന്ന ഒരു ഈശ്വരാരാധനയാണ് യജ്ഞ പദ്ധതി. അത് കാലം മുന്നോട്ട് പോയപ്പോൾ ഇന്ന കുലത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ യജ്ഞം ചെയ്യുവാൻ അധികാരമുള്ളൂ എന്ന വ്യവസ്ഥ സ്മൃതികാരന്മാർ കൊണ്ടുവന്നു. അതോടുകൂടി പരിശുദ്ധമായ യജ്ഞത്തെ മുൻനിർത്തി ഇവിടെ ജാതി വിവേചനം രൂക്ഷമാകാൻ തുടങ്ങി. ഇനി മറ്റൊരു കാര്യം കടന്നു വന്നത്, ഈ യജ്ഞത്തിൽ ദേവന്മാർക്ക് ഹവിസ് അർപ്പിക്കുന്നത് ഋഷിമാരാൽ ദർശിക്കപ്പെട്ട മന്ത്രങ്ങളിലൂടെയാണ്. ആ മന്ത്രങ്ങളുടെ ലക്ഷ്യാർത്ഥങ്ങൾ വളരെ സുന്ദരങ്ങളാണ്. എന്നാൽ ആ ലക്ഷ്യാർത്ഥങ്ങളെ മറന്നുകൊണ്ട് കേവലം ആ മന്ത്രങ്ങളുടെ വാച്യതലത്തിൽ അതിൻ്റെ വാചികമായ അർത്ഥത്തെ മാത്രം ഗ്രഹിച്ച് യജ്ഞത്തിൽ മൃഗബലി തുടങ്ങിയ അനാചാരങ്ങൾ വ്യാപകമായി കടന്നു വന്നു. വളരെ പ്രസിദ്ധമായ ഒരു യജ്ഞമന്ത്രമാണ് അധ്വരേ പശും ഹിംസ്യാത്. അധ്വരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞം, ഹോമകുണ്ഡം. അതിലെന്ത് ചെയ്യണം? പശുവിനെ കൊല്ലണം. പശുവിന്റെ കഴുത്ത് മുറിച്ച് ആ ഹോമകുണ്ഡത്തിലേക്ക് പശുവിനെ അർപ്പിക്കണം. അതാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം.
പക്ഷെ പശു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പശ്യതി ഇതി പശു. ആരാണോ സ്ഥൂലമായതിനെ മാത്രം കാണുന്നത് അവനാണ് പശു. മനുഷ്യന്റെ വിശേഷത എന്താണ്? മനുഷ്യന്റെ വിശേഷത ഇതര പ്രാണിവർഗങ്ങൾ കേവലം നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വിഷയത്തെ കാണുന്നു, അതിനെ അതുപോലെ തന്നെ മനസ്സിലാക്കുന്നു. ഒരു മഴ പെയ്യുന്നു, മഴ പെയ്യുന്ന സമയത്ത് ഒരു മൃഗം ആ മഴയെ കാണുന്നു, ആ മഴയെ അതുപോലെ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യൻ ആ മഴയെ കാണുന്നു, മനുഷ്യൻ ചിന്തിക്കുന്നു ഈ മഴയുടെ പുറകിൽ ഒരു കാരണമുണ്ട്. അപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്ന കാരണത്തെ കണ്ട്, ഒരു കാര്യത്തെ കണ്ട് അതിൻ്റെ പുറകിലുള്ള ഒരു കാരണത്തെ അനുമാനിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യനുണ്ട്. ഈ വിശേഷ ബുദ്ധിയെ നഷ്ടപ്പെടുത്തരുത്. കേവലം പ്രത്യക്ഷമായി മാത്രം കാണുന്ന കാര്യങ്ങളെ പരമപ്രമാണമെന്ന് വിചാരിക്കരുത്. പ്രത്യക്ഷമായി കാണുന്ന ആ പശുബുദ്ധിയെ നീ കൊല്ലണം എന്ന മഹനീയമായ ലക്ഷ്യാർത്ഥത്തെ വിസ്മരിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ആയിരക്കണക്കിന് പശുക്കൾ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ പവിത്രമായ ഹോമപ്പുക ഉയരേണ്ടുന്ന യജ്ഞവേദികള്, പവിത്രമായ സുഗന്ധം പടരേണ്ട യജ്ഞവേദികള് ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെ ആർത്തനാദങ്ങൾ കൊണ്ട് മുഖരിതമായി തീർന്നു. കാരണം ആ കാലത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മുഖ്യമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമായിരുന്നു പശുക്കൾ. കാരണം സമ്പത്തിന്റെ സ്രോതസ് ഭൂമിയായിരുന്നു, കൃഷിയായിരുന്നു. ആ കൃഷിയെ പരിപോഷിപ്പിക്കേണ്ടത് പശുക്കളാണ്. ഓരോ ഗ്രാമത്തിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പശുക്കൾ ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് പശുക്കളുള്ള ഗോശാലകൾ കാണാൻ പറ്റും. രാജസ്ഥാനിൽ പത്മേട എന്ന് പറയുന്നൊരു ഗോശാലയുണ്ട്. 1,00,000-ലധികം പശുക്കളാണ് ആ ഗോശാലയിലുള്ളത്. അങ്ങനെ ആയിരക്കണക്കിന് മൃഗങ്ങളാൽ സമ്പന്നമായിരുന്ന ഗ്രാമത്തിന്റെ സാമ്പത്തിക സ്ഥിതി, രാജാക്കന്മാരുടെ ഈ ഒരു യജ്ഞ കൊതി, എത്രയോ മൃഗങ്ങളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ, യജ്ഞത്തിൽ മൃഗങ്ങളെ ബലി കഴിച്ചാൽ തനിക്ക് സ്വർഗം ലഭിക്കും എന്ന തെറ്റിദ്ധാരണ മൂലം എല്ലാ ഗ്രാമങ്ങളിലും പോയി മൃഗങ്ങളെ കൊണ്ടുവന്ന് ബലി കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടി സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും താറുമാറായി, സമൂഹത്തിൽ അനാചാരവും വർദ്ധിച്ചു. ഈ സമയത്ത് ഭഗവാൻ ഗൗതമ ബുദ്ധൻ, ഭഗവാൻ ബുദ്ധ ഭഗവാൻ അവതാരം ചെയ്ത് യജ്ഞ സംസ്കാരത്തെ ബാധിച്ചിരുന്ന ആ ദുരാചാരത്തെ മാറ്റുവാൻ ഒരുപാട് പരിശ്രമിച്ചു. അതിന്റെ ഫലമായി അല്പമെങ്കിലും കുറെ മാറ്റങ്ങളൊക്കെ വന്നുവെങ്കിൽ കൂടിയും ശ്രീ ബുദ്ധ ഭഗവാൻ യജ്ഞ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. യജ്ഞ സംസ്കാരത്തിൽ വന്നു ചേർന്ന അനാചാരങ്ങളെ ശക്തിയുക്തം എതിർത്തുവെങ്കിലും യജ്ഞ സംസ്കാരത്തിന്റെ പവിത്രമായ ഉദ്ദേശ്യത്തെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് കാലക്രമേണ യജ്ഞ സംസ്കാരം മെല്ലെ മെല്ലെ ജീർണതയിലേക്ക് പോയി. വീണ്ടും പൂർവമീമാംസകർ എന്നറിയപ്പെടുന്ന ദാർശനികർ ഭാരതത്തിൽ ശക്തി പ്രാപിച്ചു. ആ സമയത്ത് വീണ്ടും യജ്ഞ സംസ്കാരം അതിശക്തമായി ഇവിടെ മുന്നോട്ട് വരികയും നേരത്തെ പറഞ്ഞ ജാതി വിവേചനം അതിലേക്ക് വീണ്ടും മിക്സ് ആവുകയും യജ്ഞത്തിന്റെ ഉദ്ദേശം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ യജ്ഞത്തിന്റെ ദാർശനിക മാനം നഷ്ടപ്പെട്ട് യജ്ഞം കേവലം ഒരു അനുഷ്ഠാന തലത്തിൽ മാത്രം അനുഷ്ഠിക്കപ്പെടുന്ന ഒരു സംഭവമായി തീർന്നപ്പോൾ ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൽ വിവിധ സാമൂഹ്യ നവോത്ഥാന സംഘടനകൾ ഉദയം ചെയ്തു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു സംഘടനയാണ് മഹർഷി ദയാനന്ദ സരസ്വതി സ്വാമികളാൽ സംസ്ഥാപിതമായ 1875 ബോംബെയിൽ വെച്ച് സ്ഥാപിതമായ ആര്യ സമാജം എന്ന സംഘടന. ആര്യ സമാജത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ യജ്ഞം ആര് ചെയ്യണം, ഈ യജ്ഞത്തിന്റെ അധികാരി ആര്, ഇന്ന കുലത്തിൽ ജനിച്ച ആളുകൾ മാത്രമേ ഈ യജ്ഞം ചെയ്യാൻ പാടൂ എന്ന കാലാകാലങ്ങളായി നിലനിന്നിരുന്ന നിയമങ്ങൾ ക്രമേണ ഇല്ലാതായി. സ്ത്രീ പുരുഷ വർഗവർണ്ണ ഭേദമില്ലാതെ ആർക്കും യജ്ഞം ചെയ്യാം എന്ന് മഹർഷി ദയാനന്ദ സരസ്വതി സ്വാമികളും അവിടുത്തെ ശിഷ്യന്മാരും പ്രചരിപ്പിച്ചു. അങ്ങനെ ആ യജ്ഞത്തിന്റെ ഒരു ശുദ്ധമായ ഭാവം വീണ്ടും വീണ്ടും കൈവന്നു. 1921 ശേഷമാണ് ബോംബെ കേന്ദ്രീകരിച്ച് ഉത്തരഭാരതത്തിലെമ്പാടും ശക്തമായ ആര്യ സമാജത്തിന്റെ പ്രവർത്തനം കേരളത്തിലേക്ക് വരുന്നത്. പണ്ഡിറ്റ് ഋഷിറാം എന്ന് പറയുന്ന വലിയ ഒരു വൈദികൻ കേരളത്തിൽ വ്യാപകമായി ആര്യ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചു. അതോടുകൂടി തന്നെ ആര്യ സമാജത്തിന്റെ പ്രമുഖനായ മഹർഷി ദയാനന്ദ സരസ്വതി സ്വാമികൾ കഴിഞ്ഞാൽ
ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്ന ശ്രദ്ധാനന്ദ് മഹാരാജ്. ശ്രദ്ധാനന്ദ് മഹാരാജ് 1924 കാലഘട്ടത്തില് ദക്ഷിണേന്ത്യയിൽ വലിയൊരു കാൽനട പ്രചരണ യാത്ര സംഘടിപ്പിച്ചു ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ. ആ യാത്രയുടെ ഉദ്ദേശം ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന വേദോക്തമായ ശുദ്ധമായ ആചരണ പദ്ധതികളെ പുനഃസംസ്ഥാപനം ചെയ്യുക, ആ ആചരണ പദ്ധതികൾ എല്ലാവർക്കും അനുഷ്ഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, ജാതി വിവേചനം ഇല്ലാതാക്കുക എന്നീ അജണ്ടകളോട് കൂടി ദക്ഷിണ ഭാരതം ആകെ ശ്രദ്ധാനന്ദ് മഹാരാജ് യാത്ര ചെയ്യുകയും അതിന്റെ ഭാഗമായി അന്ന് വൈക്കം സത്യാഗ്രഹ സമരം നടക്കുന്ന സമയമാണ്. വൈക്കത്ത് വരികയും വൈക്കത്ത് നിന്ന് ശിവഗിരിയിലേക്ക് വരികയും ചെയ്തു. ഇപ്പൊ ശ്രദ്ധാനന്ദ് മഹാരാജ് ശിവഗിരിയിൽ എത്തിയത് 1924 അതിനു മുമ്പ് അദ്ദേഹം എത്തിയിരുന്നില്ല, അതിന് ശേഷവും എത്തിയിരുന്നില്ല. 1926 അദ്ദേഹം മരണപ്പെടുകയല്ല, അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ ശ്രദ്ധാനന്ദ് മഹാരാജ് എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടെ അനുഗമിച്ചിട്ടുണ്ടായിരിക്കണം. അവർ ശിവഗിരിയിൽ താമസിച്ചിരുന്നു. ആര്യസമാജത്തിന്റെ ഒരു സമ്പ്രദായം, ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇന്നും നിങ്ങൾ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവരൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പുലർച്ചെ സമയമാകുമ്പോൾ ചെറിയ ഹവനകുണ്ഡമുണ്ട്. ആ ഹവനകുണ്ഡം വെച്ച് എല്ലാവരും ചുറ്റിയിരുന്ന് ഹോമം ചെയ്യും. നിത്യവും ഹോമം, ഏത് സാഹചര്യത്തിലും തുടർച്ചയായ നിത്യഹോമം അനുഷ്ഠിക്കണം എന്നുള്ളത് ആ സമ്പ്രദായത്തിനൊരു രീതിയായിരുന്നു. അതുകൊണ്ട് അവർ ശിവഗിരിയിൽ എത്തിയ വേളയിൽ ഇവിടെ ഹോമം ചെയ്തു, അനുമതി വാങ്ങിച്ച് രാവിലെ ഹോമം ചെയ്തു. ആ ഹോമത്തെ ഗുരുദേവൻ സശ്രദ്ധം വീക്ഷിച്ചു എന്ന് സച്ചിദാനന്ദ സ്വാമികളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹോമത്തെ വീക്ഷിച്ച സമയത്ത് ഗുരുദേവൻ ഒരു കടലാസിൽ ഒരു മന്ത്രം കുറിച്ച് ആ മന്ത്രം സന്യാസിമാരുടെ കൈവശം കൊടുത്തയച്ചു. ആ മന്ത്രം വായിച്ചവർ ഇത് സവിശേഷമായൊരു വേദമന്ത്രമാണെന്നും ഇതൊരു നഷ്ടശ്രുതിയാണെന്നും പറയുകയുണ്ടായി. നഷ്ടശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം ലിപിബദ്ധമായത് ഈ അടുത്ത കാലത്താണ്. അതൊരു ലിപിയാൽ എഴുതപ്പെട്ടത്. ആദ്യകാലത്ത് ലിപിയാൽ എഴുതപ്പെട്ടിരുന്നില്ല. 100,000-ൽ പരം ശ്ലോകങ്ങൾ വേദത്തിനുണ്ട്. ആ 100,000-ൽ പരം ശ്ലോകങ്ങൾ അത് ശിഷ്യ പരമ്പരയാ. ഒരു ഗുരുനാഥൻ ശിഷ്യൻ ഉപദേശിക്കും. ആ ശിഷ്യൻ മുഴുവൻ ഈ മന്ത്രത്തെയും തൻ്റെ മേധയിൽ ധാരണ ചെയ്യും. മേധാശക്തി, അപാരമായ മേധാശക്തി, ഓർമ്മശക്തി ഉള്ളവരായിരുന്നു വൈദികകാല ബ്രഹ്മചാര്യമാർ, വിദ്യാർത്ഥികൾ. അങ്ങനെ ഒരു പരമ്പരയായിരുന്നു കാലാന്തരം ഒരുപാട് കാലങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചില മന്ത്രങ്ങൾ മേധാശക്തി കുറഞ്ഞ, ഓർമ്മിക്കുവാൻ ഉള്ള കഴിവ് കുറഞ്ഞ ചില ശിഷ്യന്മാരാൽ ഈ മന്ത്രത്തെ ഗ്രഹിച്ച സമയത്ത് ചില മന്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, വേദമന്ത്രങ്ങൾ. അപ്പൊ വേദം നിത്യമാണ്, വേദം അപൗരുഷേയമാണ് എന്ന് വൈദികർ പറയുന്നു. അതുകൊണ്ട് വേദത്തിന്റെ ഒരു മന്ത്രവും ഒരിക്കലും നഷ്ടപ്പെടില്ല. വേദം ഈശ്വര പ്രോക്തമാണ്. ഏതെങ്കിലും ഒരു മന്ത്രം ഏതെങ്കിലും ഒരു ശിഷ്യൻ മറന്നുപോയെങ്കിൽ പിന്നീട് പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു അവതാര പുരുഷൻ വന്ന് ആ മന്ത്രത്തെ വീണ്ടെടുക്കും. അങ്ങനെ വീണ്ടെടുക്കുന്ന മന്ത്രങ്ങളാണ് നഷ്ടശ്രുതികൾ എന്നറിയുന്നത്. അങ്ങനെ ഇതൊരു നഷ്ടശ്രുതി ആയിരിക്കും. കാരണം ആ മന്ത്രത്തിന്റെ ഗംഭീരത കണ്ട് ഇതൊരു വൈദിക മന്ത്രമാണ്, ഋഷിപ്രോക്തമായ മന്ത്രമാണ്, ഇതൊരു നഷ്ടശ്രുതിയാണ് എന്ന അഭിപ്രായം ആ സന്യാസിമാർ പ്രകടിപ്പിച്ചപ്പോൾ ഇത് നഷ്ടശ്രുതിയല്ല, നാം എഴുതിയതാണെന്ന് ഗുരുദേവൻ അരുളി ചെയ്തു. അതുകൊണ്ട് വൈദികകാല മന്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഛന്ദോവിന്യാസങ്ങൾ അടങ്ങിയ ഈ മഹാമന്ത്രം ആധുനിക കാലത്തെ മഹാമന്ത്രമായി കരുതുന്നു. ഈ മഹാമന്ത്രത്തെ ദർശിച്ചതിനാൽ ഗുരുദേവൻ ആധുനിക കാലത്തെ ഋഷി എന്നറിയപ്പെടുന്നു. ആരാണ് ഋഷി? ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ എന്ന് പറയുന്നു. ഋഷി എന്ന് പറഞ്ഞാൽ മന്ത്രത്തെ ദർശിച്ച ആളാണ്. ഈ മന്ത്രത്തില് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് അഗ്നിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഈ മന്ത്രം വായിക്കുന്നില്ല. അതിൽ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് അഗ്നിയാണ്. ഓം അഗ്നേ എന്ന് പറയുന്നു. ആരാണ് ഈ അഗ്നി? ഹോമമന്ത്രത്തിൽ ഗുരുദേവൻ അഭിസംബോധന ചെയ്തിരിക്കുന്ന അഗ്നി ആരാണ്? അഗ്നി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് അഗ്ഗി എന്നൊരു ധാതുണ്ട് സംസ്കൃതത്തിൽ. അഗ്ഗി ഗതൗ എന്നൊരു ധാതുണ്ട്.
ആ ധാതു എന്താണ്? അഗ്നി എന്നുള്ള മന്ത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അഗ്നി എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്കതി ഊർധ്വം ഗച്ഛതി എന്നാണ്. മുന്നോട്ടേക്ക് നമ്മെ നയിക്കുന്നത് എന്തോ അതാണ് അഗ്നി. ഇപ്പൊ അഗ്നിയുടെ ലക്ഷണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അഗ്നിക്ക് മുഖ്യമായിട്ടും 2 ലക്ഷണമുണ്ട്. ഒന്ന്, അഗ്നി ഉഷ്ണധർമ്മത്തോട് ഒത്തതാണ്. 2, അഗ്നി പ്രകാശ സ്വരൂപത്തോട് ഒത്തതാണ്. അപ്പൊ മുന്നോട്ട് അഗ്നിയുടെ ഒരു സ്വഭാവം, അതിനൊരു ബലം കൊടുത്തില്ലെങ്കിൽ, ഒരു ബാഹ്യ ബലം കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഗതി എപ്പോഴും മുന്നോട്ടായിരിക്കും. അപ്പൊ ജീവന്റെ മുന്നോട്ടുള്ള യാത്രയെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഈ ലക്ഷണത്തെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് അഗ്നിയുടെ പ്രകാശധർമ്മം. ഈ പ്രകാശധർമ്മത്തിന് ഒരു വിശേഷതയുണ്ട്. കാരണം അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ജ്ഞാനമാണ്, അറിവാണ്. നമ്മുടെ ഉള്ളിൽ അനേക കാലത്തെ ഒരു അജ്ഞാനമുണ്ടെന്ന് കരുതുക. ആ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിന് എത്ര സമയമാണ് വേണ്ടത്? ആ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ എത്ര സമയമാണ് വേണ്ടത്? ഒറ്റ സമയം വേണ്ട, ഒരു സെക്കൻഡ് പോലും വേണ്ട. ഏത് നിമിഷം നമ്മുടെ ഉള്ളിൽ ജ്ഞാനം, അറിവ് ഉദിച്ചുവോ തത് നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ അജ്ഞാനം ഇല്ലാതായി. അല്ലേ? ഒരാൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്ന് കരുതുക. ആ ഇംഗ്ലീഷ് ഭാഷയെ അറിയുന്ന നിമിഷം തന്നെ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്ന അജ്ഞാനം ഇല്ലാതായി. ജ്ഞാനത്തിന് അത് ഏത് പ്രകാരത്തിലുള്ള ആത്മീയമായ ജ്ഞാനമായിക്കൊള്ളട്ടെ, ഇനി അക്കാഡമിക്കൽ ജ്ഞാനമായിക്കൊള്ളട്ടെ, നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ അറിവിന് ഒരു നിമിഷം പോലും വേണ്ട. അത് അറിവിന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റേതൊരു കാര്യമെടുത്താലും നാം ഒരു കർമ്മം, ഒരു ക്രിയ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കണം. നമ്മളൊരു ഗ്രാമത്തിലേക്ക് നടക്കുകയാണ്. ഗ്രാമത്തിലേക്ക് നടക്കുക എന്നുള്ളത് ക്രിയ, ആ ഗ്രാമത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് ഫലം. അപ്പൊ ഗ്രാമത്തിലേക്ക് നടക്കുക എന്നുള്ള ക്രിയ ചെയ്ത് കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫലം കിട്ടൂ. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ച് ഊർജമായി തീരണമെങ്കിൽ കുറച്ചു കാലം കഴിയണം. അങ്ങനെ എല്ലാ ക്രിയയും, എല്ലാ കർമ്മവും അത് ഫലമായി തീരണമെങ്കിൽ ഒരു ചെറിയ സമയം വേണം. സമയമില്ലാതെ, ഒരു സമയം പോലും ഇല്ലാതെ തത് നിമിഷം തന്നെ ഫലത്തെ തരുന്നത് കേവലം എന്താണ്? അറിവ് മാത്രമാണ്, ജ്ഞാനം മാത്രമാണ്. ഇനി ഈ അറിവിന്റെ പാരമാർത്ഥികമായൊരു തലം നമ്മൾ എടുക്കാം. പാരമാർത്ഥികമായ തലം ആത്മജ്ഞാനമാണ്. ഈ ആത്മജ്ഞാനത്തിന് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ, അറിവില്ലായ്മയെ ഇല്ലായ്മ ചെയ്യാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം? ഇന്ന് ആത്മജ്ഞാനം കിട്ടി, 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അന്ധകാരം ഇല്ലാതാകും എന്ന് പറയുമോ? ഇല്ല. ജ്ഞാനം കിട്ടി തത് നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ അജ്ഞാനം ഇല്ലാതായി. സ്വകണ്ഠാഭരണവത് എന്നൊരു പ്രസിദ്ധമായ ഉദാഹരണം വേദാന്ത ആചാര്യന്മാർ പറയും. ഒരു രാജ്ഞി കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോയി. വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു, കുളത്തിലിറങ്ങി നീരാടി, പുറത്തു വന്നു, വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ പടവിൽ വെച്ചിരുന്ന മാല നഷ്ടപ്പെട്ടു. ആകെ പരിഭ്രാന്തയായി, പരവശയായി, ദുഃഖിതയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. വില കൂടിയ മാലയാണ്. അവസാനം എന്ത് സംഭവിച്ചു? കഴുത്തിൽ തപ്പിയപ്പോൾ മാല എവിടെയുണ്ട്? കഴുത്തിൽ തന്നെയുണ്ട്. കുളിക്കാൻ പോകുമ്പോൾ മാല അഴിച്ചു വെച്ചിരുന്നില്ല, കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് കുളിക്കാൻ പോയത്. അപ്പം കരുതി മാല താൻ അവിടെ അഴിച്ചു വെച്ചിരുന്നു എന്ന്. അപ്പൊ മാല കഴുത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ രാജ്ഞിയുടെ ദുഃഖം പോയില്ലേ? വിഷമം പോയില്ലേ? തന്റെ കഴുത്തിൽ മാലയുണ്ട്. ആ നിമിഷം തന്നെ ദുഃഖം പോയി. അത്രയും നേരമുള്ള ആദി, വ്യാധി, ദുഃഖം, പരവശം എല്ലാം മാലയെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടായ തത് നിമിഷം തന്നെ ഇല്ലാതായി. അപ്പൊ ജ്ഞാനത്തിന്, അറിവിന് ഇങ്ങനെ വലിയൊരു പ്രത്യേകതയുണ്ട്. അറിവിന് അന്ധകാരത്തെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട, തത് നിമിഷമാണ്. അപ്പൊ ക്രിയയും ഫലവും ഒന്നായി തീരുന്ന, യാതൊരു അന്തരവുമില്ലാതെ ക്രിയയും ഫലവും തത് നിമിഷം സംഭവിക്കുന്ന ജ്ഞാനത്തെ പ്രതീകമാക്കാൻ നമ്മുടെ മുമ്പിൽ എന്തു മാത്രമേ ഉള്ളൂ? എന്തു മാത്രമേ ഉള്ളൂ? അഗ്നി മാത്രമേ ഉള്ളൂ. ഒരു ഗുഹയില് ഇരുട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അന്ധകാരമാണ് ഗുഹയില്. ഒരു ചെറിയ ദീപം തെളിയിച്ചു. ആ ദീപം തെളിയിച്ച നിമിഷം ആയിരക്കണക്കിന് വർഷത്തെ അന്ധകാരം ഇല്ലാതായില്ലേ? ഇല്ലാതായില്ലേ? തത് നിമിഷം തന്നെ. അപ്പോൾ ജ്ഞാനത്തെ, ആത്മീയമായ ജ്ഞാനത്തെ
പാരമാർത്ഥികമായ ജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതീകവൽക്കരിക്കാൻ ഈ ഭൂമിയിൽ അഗ്നി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഋഷിമാർ അഗ്നിയെ എന്തിന്റെ പ്രതീകമായി സ്വീകരിച്ചത്? അറിവിന്റെ പ്രതീകമായി സ്വീകരിച്ചത്. അപ്പൊ നോക്കൂ, ഈ അഗ്നി പ്രകാശധർമ്മത്തോടൊത്തതാണ്. ഈ പ്രകാശധർമ്മം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്വരൂപത്തെ വെളിവായി കാണുവാൻ കഴിയും. പ്രകാശമില്ലെങ്കിൽ അന്ധകാരമാണ്. ഒരു വ്യക്തി രാത്രി സമയത്ത് നടക്കാൻ സാധിക്കില്ല, അന്ധകാരമാണ്, നിറയെ കുഴികളാണ്. പ്രകാശം വന്നു കഴിഞ്ഞാലോ സുവ്യക്തമായിട്ട് നടക്കാനും കഴിയും. അതുകൊണ്ട് അഗ്നിധർമ്മത്തോടൊത്ത, പ്രകാശധർമ്മത്തോടൊത്ത ഈശ്വരനെ തന്നെയാണ് അഗ്നിയെ എന്ന് ഗുരു ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഈശ്വരനെ തന്നെയാണ്. ഈശ്വരനെ അഗ്നി എന്ന് ഗുരുദേവൻ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വേദാന്ത സൂത്രം പഠിക്കുമ്പോൾ വേദാന്ത സൂത്രത്തിലെ 3-ാമത്തെ സൂത്രമാണ് തത് ജ്യോതി. തജ്ജ്യോതി. ഈശ്വരൻ എന്താണ്? ജ്യോതിയാണ്, പ്രകാശമാണ്. അടുത്ത സൂത്രം എന്താണ്? തേനേദം പ്രജ്വലിതം. ആ പ്രകാശത്താൽ ഈ പ്രപഞ്ചമാകെ പ്രജ്വലിക്കുന്നു, പ്രശോഭിക്കുന്നു. ഇവിടെ വേദാന്ത ആചാര്യന്മാര് അന്യോന്യ അധ്യാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ പറയാറുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന് അസ്തിത്വമുണ്ട്, അസ്തിത്വമില്ലേ? ഈ പ്രപഞ്ചം ചൈതന്യത്തോട് കൂടിയതാണ്. നമ്മൾ കണ്ണോട് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ജഡമാണ് എന്ന് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? സ്വരൂപത അത് ജഡമാണ്. പക്ഷെ എങ്കിൽ കൂടിയും പ്രപഞ്ചത്തെ കാണുമ്പോൾ പ്രപഞ്ചത്തിൽ ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഉണ്ടാകാൻ കാരണം എന്താണ്? ഇവിടെ അന്യോന്യ അധ്യാസം സംഭവിച്ചിരിക്കുന്നു. ഒരു ഇരുമ്പുണ്ട്, ഇരുമ്പ് ഗോളം. ആ ഇരുമ്പ് ഗോളം നന്നായിട്ട് ചുട്ടുപഴുപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പ് ഗോളത്തെ കാണുന്ന സമയത്ത് ആ ഇരുമ്പ് ഗോളം നല്ല ചുവന്ന പ്രകാശത്തോട് കൂടിയിരിക്കും. ആ ഇരുമ്പ് ഗോളത്തിന് സ്വതവേ എന്തില്ല? സ്വതവേ ഉഷ്ണമില്ല, പ്രകാശമില്ല. പക്ഷെ അഗ്നിയുടെ ഗുണം ഇരുമ്പ് ഗോളത്തിൽ അധ്യാസം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ അഗ്നിയുടെ ഗുണം ഇരുമ്പ് ഗോളത്തിന് കിട്ടി. അഗ്നിക്കോ ആകൃതിയില്ല, ഭാരമില്ല. അപ്പൊ ഇരുമ്പ് ഗോളത്തിന്റെ ഗുണം അഗ്നിക്കും കിട്ടി. പരസ്പരം ഗുണങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതിനെയാണ് അന്യോന്യ അധ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ്, ചൈതന്യയുക്തനാണ്. അതുകൊണ്ട് ഈശ്വരന്റെ ചൈതന്യവും പ്രകാശവും ഈ പ്രപഞ്ചത്തിലേക്ക് അധ്യാസം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിനും എന്തുള്ളത്? ഈ പ്രപഞ്ചത്തിനും ചൈതന്യമുള്ളത്. അപ്പൊ ആ ഒരു ലക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രപഞ്ചത്തിന്റെ പുറകിലുള്ള ഈശ്വരൻ ചൈതന്യയുക്തനാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ധർമ്മമാണ്. കൂടാതെ പ്രകാശ സ്വരൂപനായ ഈശ്വരനെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞ മറ്റൊരു പ്രസിദ്ധമായ ശ്ലോകമാണ് 1 കോടി. ബാക്കി അറിയാമല്ലോ. 1 കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്ന് വിളങ്ങിടണം. ആ 1 കോടി സൂര്യന്മാർ ഒന്നു ചേർന്ന് വന്നാൽ പഞ്ചഭൂതാത്മകമായി ജഗത്തിന്റെ പ്രഭ, ആ പ്രഭ പോലും അസ്തമിക്കുമാറ് പ്രകാശ വടിവാർന്നതാണ് ഭഗവാനെ അങ്ങയുടെ സ്വരൂപം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. ഇനി ഇതേ അഗ്നിധർമ്മത്തോടൊത്ത, പ്രകാശധർമ്മത്തോടൊത്ത ഭഗവാനെ തന്നെയാണ് ദൈവദശകത്തിൽ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത്. എന്താണ് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് അർത്ഥം ദൈവം എന്ന വാക്കിന്റെ അർത്ഥം? ദീപനം ചെയ്യുന്നത്, ദ്യോതനം ചെയ്യുന്നത് ആരോ അവൻ ദൈവം. ദീപനാത്ത്, ദ്യോതനാത്ത്, ദിവി ഭവോ വാ ദൈവം എന്ന് പറയുന്നു. ദീപൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശമായിരിക്കുക. ദ്യോതനം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പ്രകാശത്തെ പകർന്നു കൊടുക്കുക, എല്ലാറ്റിനും വെളിച്ചത്തെ പകർന്നു കൊടുക്കുക. ആ ധർമ്മം ആരിലുണ്ടോ അവൻ ദൈവം. അപ്പൊ ഇവിടെ സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ് അല്ലയോ അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അഗ്നി എന്നുള്ള അഭിസംബോധനയിൽ നമ്മൾ മനസ്സിലാക്കണം, അത് കേവലം ഒരു ഹോമകുണ്ഡത്തിൽ ജ്വലിക്കുന്ന തീജ്വാല മാത്രമല്ല, ഈശ്വരനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയാത്ത പ്രകാശസ്വരൂപനായ ആ ഈശ്വരനെ ആരാധിക്കുവാൻ എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക് ആ പ്രകാശസ്വരൂപനായ ഈശ്വരനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു? ആ ഈശ്വരന്റെ പ്രതീകമായി, ആ ഈശ്വരനിൽ ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ ആ ലക്ഷണങ്ങളുടെ പ്രതീകമായി
അതിന് ഏറ്റവും ഉത്തമമായി ചേരുന്ന അഗ്നിയെ കൊണ്ടുവരുന്നു എനിക്ക് ആരാധിക്കുവാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ അഭിസംബോധനയിൽ മനസ്സിലാക്കുക, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത പ്രകാശ സ്വരൂപനായ ഈശ്വരനെ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്ന പ്രകാശ സ്വരൂപമാർന്ന അഗ്നിയായിട്ട് ഞാൻ ആരാധിക്കുകയാണ്, പ്രതീകത്വേന. അടുത്ത വരി എന്താണ് പറയുന്നത്? അഗ്നിയെ കഴിഞ്ഞാൽ പറയൂ, തവ യത് തേജസ് തദ് ഭ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. നിന്നിൽ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മം തന്നെ, അതിനാൽ നീ പ്രത്യക്ഷ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരൊറ്റ വരിയിലൂടെ നമുക്ക് ഹോമമന്ത്രം ചെയ്യുവാൻ ആരാണ് അധികാരി എന്ന് മനസ്സിലാക്കാം. ഏതൊരു വൈദിക കർമ്മം, അത് വൈദികമാകട്ടെ ലൗകികമാകട്ടെ, ഏതൊരു കർമ്മം ചെയ്യുവാനും ഒരു അധികാരിയുണ്ട്. അധികാരിക്ക് ചെയ്യാൻ സാധിക്കൂ. മെഡിക്കൽ കോളേജിന്റെ വാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്നിട്ടു എന്ന് കരുതി MBBS ക്ലാസ്സിൽ എല്ലാവർക്കും ബോധിക്കാൻ പറ്റുമോ? അതിനുള്ള യോഗ്യത, അധികാരിത്വം നാം നേടിയെടുക്കണം. ഇവിടെ ഹോമമന്ത്രം ചൊല്ലി അഗ്നിഹവനം, അഗ്നിഹോത്രം, അഗ്നിഹോമം ചെയ്യുവാൻ ആരാണ് അധികാരി? പറയൂ, ബ്രാഹ്മണനാണോ? ക്ഷത്രിയനാണോ? ഏതെങ്കിലും കുലത്തിൽ ജനിച്ചയാളാണോ അധികാരി? അപ്പൊ ഈ അധികാരിത്വമാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ, ഈ വരിയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവചരാചരങ്ങളിലും ഈശ്വരാംശം കുടികൊള്ളുന്നുണ്ട്. അരുൾ വടിവായി ഒരുപോൽ നിറഞ്ഞു നിൽക്കും പരമശിവൻ ഭഗവാൻ എന്ന് ശിവശതകത്തില് ഗുരുദേവൻ പറയുന്നുണ്ട്. സർവചരാചരങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്ന, ഒരു പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെയുള്ളതിൽ കുടികൊള്ളുന്ന ആ ബ്രഹ്മതത്വത്തെ അഗ്നിയിൽ ദർശിക്കുവാൻ കഴിയുന്നത് ആരോ അവനാണ് ഈ ഹോമമന്ത്രത്തിന്റെ അധികാരി. ആശയം വ്യക്തമാണല്ലോ. കേവലം ഇതൊരു അനുഷ്ഠാന രൂപത്തിലുള്ള അഗ്നിയാണ് എന്ന് കരുതി നമുക്ക് ഹോമമന്ത്രം ചൊല്ലി ശാന്തി ഹോമം ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് എൻ്റെ മുമ്പിൽ ജ്വലിക്കുന്ന ഈ അഗ്നി, അത് ആ അഗ്നിയെ അഗ്നിത്വമുള്ളതാക്കി തീർക്കുന്നത് ബ്രഹ്മം തന്നെ. തദ് ഭ്രാമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസംബന്ധമായത്. ആ അഗ്നിക്ക് അഗ്നിത്വം കൊടുക്കുന്നത് ബ്രഹ്മം തന്നെ എന്ന നിലയിൽ ആ അഗ്നിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഹോമം ചെയ്യാൻ അധികാരി. അതുകൊണ്ട് അഗ്നി തത്വത്തെ പ്രത്യക്ഷ ബ്രഹ്മമായി കണ്ട് ആരാണോ ഹോമം ചെയ്യുന്നത് അവനാണ് ഹോമമന്ത്രത്തിന് അധികാരി. പ്രത്യക്ഷ ബ്രഹ്മമായി കണ്ട് ഹോമം ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോമം, ഈ യജ്ഞം വേറൊരു തലത്തെ, വേറൊരു വിധാനത്തെ പ്രാപിക്കുന്നു. കേവലം അഗ്നിയായി കണ്ട് ഹോമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലം നിശ്ചയമായി ലഭിക്കും. പക്ഷെ ആ അഗ്നിയെ പ്രോജ്വലിക്കുന്ന ബ്രഹ്മം തന്നെ എന്ന് മനസ്സിലാക്കി ഹോമം ചെയ്താൽ ആ ഹോമം ക്രമേണ മറ്റൊരു തലത്തെ പ്രാപിക്കുന്നു. ആ തലത്തെ ഗുരുദേവൻ എവിടെ പറഞ്ഞു? ഗുരുദേവൻ ശിവശതകത്തിൽ, തോന്നുന്നു 32-ാമത്തെ ശ്ലോകമാണ്. ശിവശതകത്തിൽ ഈ യജ്ഞവിധാനത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. എന്താണ് ആ മന്ത്രം? ശിവ ശിവ തത്വമൊഴിഞ്ഞ ശക്തിയും നിന്നവധി പറഞ്ഞൊഴിയാതെ നാദവും നിൻ സവനമതിന് സമിത്താക്കി ഹോമിപ്പവൻ ഇവനെന്നരുളിയിടുക അപ്പനെ നീ. അല്ലയോ ഭഗവാനെ, ശിവതത്വവും ശക്തിതത്വവും നാദതത്വവും ഈ മൂന്നിനെയും സമിത്താക്കി ഇന്ധനമാക്കി ഹോമം ചെയ്യുന്നവനാണ് ഞാൻ എന്ന സ്ഥിതി എനിക്കുണ്ടാകുവാൻ അനുഗ്രഹിക്കണേ എന്ന് അവിടെ ഗുരു പറയുന്നു. അപ്പൊ മൂന്ന് കാര്യങ്ങളെ ഇന്ധനങ്ങളാക്കി സമിത്താക്കി ആരാണോ ഹോമം ചെയ്യുന്നത് അവന്റെ ഹോമം വലിയൊരു ദാർശനിക തലത്തെ പ്രാപിക്കുന്നു. ആ 3 ഇന്ധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് നാദതത്വം, രണ്ടാമത്തേതാണ് ശക്തിതത്വം, മൂന്നാമത്തേത് ശിവതത്വം. ഈ 3മാണ് വിറകുകൾ. ഈ വിറകുകള് സവനമതിന് സമിത്താക്കി, സവനം എന്ന് പറഞ്ഞാൽ ഹോമം എന്നർത്ഥം, സവനം എന്ന് പറഞ്ഞാൽ പ്രസവം എന്നർത്ഥമുണ്ട്. മുഖ്യാർത്ഥം ഹോമമാണ്. സവനമാകുന്ന മഹായജ്ഞത്തിൽ, മഹായോമത്തില് ഞാൻ 3 വിറകുകൾ ഇതാ എരിക്കാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ വിറകാണ് നാദതത്വം. നാദതത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ഥൂലമാർന്ന ഭാവം, നാം അനുഭവിക്കുന്ന ദൃശ്യപ്രപഞ്ചം, നമുക്കറിയാൻ കഴിയുന്ന, നാം അനുഭവിക്കുന്ന ഇന്ദ്രിയ ഗോചരമായ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചമാകുന്ന സ്ഥൂല പ്രപഞ്ചമാകുന്ന വിറകിനെ എടുത്ത് ഞാനിതാ ആ മഹാഹവനകുണ്ഡത്തിലേക്ക് അർപ്പിക്കുകയാണ്. രണ്ടാമത്തേതാണ് ശക്തിതത്വം. എന്താണ് ശക്തിതത്വം?
ഈ സ്ഥൂല പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ശക്തി സ്പന്ദനം. ഒരു സാധകൻ അവന്റെ ജീവിതത്തിൽ ക്രമേണ മുന്നേറുമ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചത്തെ മറികടന്ന് അടുത്തത് സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. പ്രസിദ്ധമായ ഗുരുവിന്റെ ആ മന്ത്രമില്ലേ, ആ ശ്ലോകം, മേലായ മൂലമതിയാൽ ആലാവൃതം ജനനി നീലാസ്യമാടി വിടുമി കീലാല വായുവനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. ജനനി ഒരു മഹാനൃത്തമാടി, ഒരു ലാസ്യ നൃത്തമാടി. എവിടെയാണ് ലാസ്യ നൃത്തമാടിയത്? മേലായ മൂലമതിയിൽ, ആ മഹാബോധത്തിലിരുന്ന് ജനനി ഒരു ലാസ്യ നൃത്തമാടി. എന്താണ് ആ ലാസ്യ നൃത്തം? ആരാണ് ജനനി? ത്രിഗുണാത്മിക ജനനി. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയാണ് ജനനി എന്ന് പറയുന്നത്. ഈ സത്വവും രജസും തമസും തുല്യ നിലയിലായിരിക്കുമ്പോൾ ഇവിടെ ഒരു സൃഷ്ടിയും സംഭവിക്കില്ല. ഈ തുല്യ നിലക്ക് ചെറിയൊരിളക്കം വരുമ്പോൾ, ഒരു ഇൻബാലൻസിങ് വരുമ്പോൾ ഇവിടെ സൃഷ്ടി സംഭവിക്കും. ഈ ഇൻബാലൻസിങ്ങിനെയാണ് എന്തു പറയുന്നത്? ലാസ്യ നൃത്തം എന്ന് പറയുന്നത്, ദേവിയുടെ ലാസ്യ നൃത്തം. ആ ഇൻബാലൻസിങ്ങിൽ നിന്നാണ്, ആ ഇളക്കത്തിൽ നിന്നാണ് എന്തുണ്ടായത്? കീലാല വായു അനല കോലാഹലം ഭുവനം. നാദബ്രഹ്മമാകുന്ന വായു, അനലം തുടങ്ങിയ സ്ഥൂല രൂപമാർന്ന ഈ പ്രപഞ്ചമുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ആ ശക്തി സ്പന്ദനത്തിൽ നിന്നാണ്. അപ്പൊ എൻ്റെ ആ സൂക്ഷ്മമായ അവസ്ഥയെയും ഞാൻ എന്താക്കി? ഒരു ഇന്ധനമാക്കി മഹാഹോമത്തിൽ എരിച്ചു കളഞ്ഞു. അടുത്തത് ഏറ്റവും ഈ സൂക്ഷ്മത്തിനും സ്ഥൂലത്തിലും കാരണമായിരിക്കുന്ന ശിവതത്വം, ആ ശിവതത്വത്തെയും ഞാൻ ആ യജ്ഞ സംവിധാനത്തിലേക്ക്, ആ യജ്ഞകുണ്ഡത്തിലേക്ക് എരിച്ചു കളഞ്ഞു. ഈ യജ്ഞത്തെയാണ് ഗുരുദേവൻ എന്തു പറയുന്നത്? ദഗ്ധ്വ ജ്ഞാനാഗ്നിന സർവം. അറിവാകുന്ന അഗ്നിയിൽ കാണപ്പെടുന്ന സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളെയും പരിപൂർണമായും സ്വാഹ ചെയ്തു, അർപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഭാവനയോടുകൂടി യജ്ഞം ചെയ്യുവാൻ ആർക്കാണ് സാധിക്കുന്നത്? ആരാണോ അഗ്നിയെ പ്രത്യക്ഷ ബ്രഹ്മമായി കാണുന്നത്. ആ പ്രത്യക്ഷ ബ്രഹ്മമായി കണ്ട് അഗ്നിഹവനം ചെയ്തു കഴിഞ്ഞാൽ ഈ മഹത്തായ യജ്ഞ സംവിധാനത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. അല്ലാത്ത പക്ഷം കേവലം അനുഷ്ഠാനത്തിന്റെ തലത്തിൽ മാത്രം ആ അഗ്നിഹോമത്തെ നമ്മൾ ചെയ്യും. അപ്പോൾ അഗ്നിഹോമം ചെയ്യാനുള്ള അധികാരിയാണ് ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, നീ പ്രത്യക്ഷമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്ന സാധകൻ. ഇനിയാണ് അടുത്ത ഒരു ഭാഗത്ത് ഗുരുദേവൻ പറയുന്നു, ത്വദീയ. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പരമാവധി ലളിതമാക്കിയാണെന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരുപാട് സമയമെടുത്ത് പറയേണ്ടുന്ന ക്ലാസ്സാണ്, പക്ഷെ നമ്മുടെ സമയപരിമിതി കാരണം സംക്ഷിപ്തമായിട്ട് ആശയങ്ങൾ കൈമാറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വ. അഗ്നിഹോമം ചെയ്യുമ്പോൾ അഗ്നി ഇങ്ങനെ മുകളിലേക്ക് ആളിക്കത്തും. ഈ മുകളിലേക്ക് ആളിക്കത്തുന്ന ശൈലി, ആ ശൈലിയെ കണക്കാക്കി പൂർവാചാര്യന്മാർ അതിന് ഓരോ പേര് കൽപ്പിച്ചു. ഈ തീനാമ്പുകൾ മുകളിലേക്ക് ഉയരുന്ന ഈ തീനാമ്പുകള് അഗ്നിയുടെ നാവുകളാണെന്ന് പറയുന്നു. ഈ നാവുകളിലേക്കാണ് നമ്മൾ യജ്ഞം ചെയ്യുന്ന സമയത്ത് ഹവിസിനെ അർപ്പിക്കേണ്ടത്. അങ്ങനെ ആ നാവുകളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഉപനിഷത്തുകളിൽ ഈ നാവുകൾക്ക് മുഖ്യമായിട്ടും 7 പേരുകൾ പറയുന്നു. അതായത് ഈ തീനാമ്പുകൾ മുകളിലേക്ക് ഉയരുമ്പോൾ ചില തീനാമ്പുകൾ നല്ല ഡാർക്ക് നിറമായിരിക്കും, ഇരുണ്ട നിറം. ആ ഇരുണ്ട നിറമുള്ള തീനാമ്പുകൾ എന്ത് പറയുന്നു? കാളി എന്ന് പറയുന്നു. ഇനി ചില തീനാമ്പുകൾ വളരെ തീക്ഷ്ണമായിരിക്കും, വളരെ തീക്ഷ്ണ സ്വഭാവത്തോടു കൂടി, അതിൻ്റെ ചുവപ്പ് നിറം വളരെ തീക്ഷ്ണമായിരിക്കും. അത്തരം തീനാമ്പുകളെ കരാളി എന്ന് പറയുന്നു. ഇനി ചില തീനാമ്പുകൾ വളരെ സ്പീഡുള്ളതായിരിക്കും, താഴെ നിന്ന് ഇങ്ങനെ കത്തി അത് മേൽപോട്ട് പോകും, നമ്മൾ അറിയില്ല, അത്ര സ്പീഡിൽ മേൽപോട്ട് പോകും. അത്തരം തീനാമ്പുകൾ എന്ത് പറയുന്നു? മനോജവ എന്ന് പറയുന്നു. ഇനി ചില തീനാമ്പുകൾ ഒരു സാമാന്യം ചുവന്ന നിറത്തോട് കൂടിയായിരിക്കും, തീക്ഷ്ണമായിരിക്കില്ല. അത്തരം തീനാമ്പുകളെ സുലോഹിത എന്ന് പറയുന്നു. ഇതൊരു പൗരാണികമായ സങ്കല്പമാണ്. ചില തീനാമ്പുകൾ നല്ല സ്വർണ്ണ വയലറ്റ് നിറമായിരിക്കും. അത് നമ്മൾ ഹോമം ചെയ്യുമ്പോൾ ആ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആ സ്വർണ്ണ വയലറ്റ് നിറമുള്ള തീനാമ്പുകളെ ധൂമ്രവർണ്ണ എന്ന് പറയുന്നു. ഇനി ചില തീനാമ്പുകൾ അത് ഇങ്ങനെ പൊരിപൊരിയായി, ചിങ്കാരി എന്ന് പറയും ഹിന്ദിയിൽ, ഇങ്ങനെ പൊരിപൊരിയായിട്ട് മേൽപോട്ട് പോകും. അങ്ങനെ പൊരിപൊരിയായിട്ട് മേൽപോട്ട് പോകുന്ന തീനാമ്പുകളെ സ്ഫുലിംഗിനി എന്ന് പറയുന്നു. ഇനി ചില തീനാമ്പുകൾ അതിന് പല പല രൂപം ഉണ്ടാവും. ഒരേ തീനാമ്പ് തന്നെ പല ആകൃതിയിലും രൂപത്തിലും മേൽപോട്ട് പോകും.
അതിന് എന്തു പറയുന്നു? വിശ്വരുചി എന്ന് പറയുന്നു. അങ്ങനെ പൗരാണികര് ഹോമം ചെയ്യുമ്പോൾ അഗ്നി മേൽപോട്ട് ഉയരുന്ന ആ തീനാമ്പുകളെ അഗ്നിയുടെ നാവുകളായി കണക്കാക്കി ആ തീനാമ്പുകളുടെ ലക്ഷണം വെച്ച് ഓരോ പേര് കൊടുത്തു. ആ പേരാണ് കാളി, കരാളി, മനോജവ, സുലോഹിത, ധൂമ്രവർണ്ണ, സ്ഫുലിംഗിനി, വിശ്വരുചി എന്നുള്ളത്. അപ്പൊ ഈ തീനാമ്പുകൾ എന്താണ് എന്ന് ഗുരു പറയുന്നു. അഗ്നിഹോമത്തിലെ അഗ്നിയുടെ ഈ തീനാമ്പുകള് ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വ. ഈ തീനാമ്പുകള് ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്നു. അല്ലയോ അഗ്നി, ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതാണ് തീനാമ്പുകൾ. ഈ തീനാമ്പുകളിലേക്കാണ് നമ്മൾ എന്തിനർപ്പിക്കേണ്ടത്? ഹവിസിന് അർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ അഗ്നി ആരാണെന്ന് സ്പഷ്ടമായില്ലേ? അഗ്നിയുടെ തീനാമ്പുകൾ കേവലം കാളി, കരാളി, സുലോചന ആണെങ്കിൽ അത് ബാഹ്യമായിരിക്കുന്ന അഗ്നിയാണ്. പക്ഷെ ഇവിടെ ഗുരു പറയുന്നു അഗ്നിയുടെ തീനാമ്പുകൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണെന്ന്. അപ്പോൾ ആരായിരിക്കും അഗ്നി? പറയൂ. ജ്ഞാനച്ചെന്തി എഴുപ്പി തെളുതെളു വിലസും ചില്ലിവല്ലി കൊടിക്കുൾ മൗനപ്പൂന്തിങ്കൾ ഉള്ളൂടുരുകും അമൃതൊഴുക്കുണ്ടിരുന്നുള്ളലിഞ്ഞും ഞാനും നീയും ഞെരുക്കെ കലരുവതിന് അരുൾ തന്മയാം നിന്നടിത്താർ തേനുൾ തൂകുന്ന മുത്തുക്കുടം അടിയനടക്കിയിടു. ഇത്രയും പറഞ്ഞത് ലാസ്റ്റ് വരുന്ന അഭിസംബോധന പറയാൻ വേണ്ടിയാ. അടിയനടക്കിയിടു മച്ചിൽ കൊഴുന്തേ. ഭഗവാൻ എവിടെയാണ്? മച്ചിന്റെ പുറത്താണോ? മച്ചിൽ കൊഴുന്തി എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. മത്ത് ചിത്ത്, എന്റെ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ദൈവം എന്ന വാക്കിന് നമ്മൾ നേരത്തെ ഒരു അർത്ഥം പറഞ്ഞു. ദീപനാത്വ, ദ്യോതനാത്വ. മൂന്നാമത്തെ അർത്ഥമാണ് ദിവിഭവോവ. ദിവിഭവോ എന്ന് പറഞ്ഞ എന്താണ്? ദ്യോവിലാണ് ദൈവം നിവസിക്കുന്നത്. മച്ചിത്ത്, എന്റെ മനസ്സിലാണ് ദൈവം നിവസിക്കുന്നത്. ദ്യോവ് എന്താണ്? എല്ലാവരുടെയും ഉള്ളിൽ സർവാന്തര്യാമിയായി സൂക്ഷ്മ രൂപത്തിൽ ചിദാകാശത്തിൽ അഗ്നി സ്വരൂപമാർന്ന ഭഗവാൻ കുടികൊള്ളുന്നു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷ്മ രൂപത്തിൽ കുടികൊള്ളുന്ന ആ അഗ്നി സ്വരൂപമാകുന്ന ഭഗവാന്റെ തീനാമ്പുകളാണ് ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്തൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, രസനേന്ദ്രിയം തുടങ്ങിയ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ആ ഉള്ളിൽ സർവാന്തര്യാമിയായി ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരന്റെ തീനാമ്പുകളാണ്. പിന്നെയോ മനസ്സും ബുദ്ധിയും. ആശയം മനസ്സിലായില്ലേ? അപ്പൊ ഈ തീനാമ്പുകളിലേക്ക് നമ്മൾ അർപ്പിക്കേണ്ടുന്ന ഹവിസ് എന്താണ്? ഏത് ഹവിസിനാണ് അർപ്പിക്കേണ്ടത്? അടുത്ത വരിയിൽ ഗുരു പറയുന്നു, വിഷയ ഇതി സമിതോ ജുഹോമി. ഈ തീനാമ്പുകളിലേക്ക്, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാകുന്ന ഈ തീനാമ്പുകളിലേക്ക് നാം അർപ്പിക്കേണ്ട ഹവിസ് എന്തൊക്കെയാണ്? വിഷയങ്ങളാണ്. ഏതൊക്കെയാണ് വിഷയങ്ങൾ? കണക്ക്, കെമിസ്ട്രി, മാത്സ്, ഇതാണോ നമ്മൾ അർപ്പിക്കേണ്ടത്? അല്ല. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, കണ്ണൊരു തീനാമ്പാണ്. കണ്ണ് തീനാമ്പാണെങ്കിൽ ആ കണ്ണിലേക്ക് അർപ്പിക്കേണ്ടുന്ന വിഷയം എന്താണ്? രൂപമാണ്, അല്ലേ? കാഴ്ചയാണ്. കാഴ്ചയല്ലേ അർപ്പിക്കുന്നത്? നേത്രം ഒരു തീനാമ്പാണ്. ശ്രോത്രം, ചെവി ഒരു തീനാമ്പാണ്. ആ ചെവിയാകുന്ന തീനാമ്പിലേക്ക് അർപ്പിക്കേണ്ടുന്ന വിഷയം എന്താണ്? ശബ്ദമാണ്, അല്ലേ? സ്പർശേന്ദ്രിയത്തിലേക്ക് അർപ്പിക്കേണ്ട വിഷയം എന്താണ്? സ്പർശമാണ്. ഘ്രാണേന്ദ്രിയം, മൂക്ക്, ആ മൂക്ക് ഒരു തീനാമ്പമാണ്. ആ തീനാമ്പിലേക്ക് അർപ്പിക്കേണ്ടുന്ന വിഷയം എന്താണ്? ഗന്ധമാണ്. രസം, നാവില് രസനേന്ദ്രിയം കുടികൊള്ളുന്നു. ആ രസനേന്ദ്രിയമാകുന്ന നാവിലേക്ക് അർപ്പിക്കേണ്ടുന്ന ഹവിസ് എന്താണ്? രസനങ്ങളാണ്. മനസ്സിലേക്ക് അർപ്പിക്കേണ്ടുന്ന, മനസ്സിലേക്കും ബുദ്ധികളിലേക്കും അർപ്പിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? സങ്കല്പങ്ങളാണ്. അപ്പൊ ഈ തീനാമ്പുകളിലേക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും നമ്മുടെ ഇന്ദ്രിയങ്ങളുമാകുന്ന ഈ തീനാമ്പുകളിലേക്ക് ഈ വിഷയങ്ങളെ നമ്മൾ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ രസകരമായ, വളരെ ഗംഭീരമായ ഒരു കാര്യമാണ് ഗുരുദേവൻ ഈ ആശയത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു അഗ്നിഹോമം നടക്കുന്നു, ഒരു ശാന്തിഹോമം നടക്കുന്നു. ആ ശാന്തിഹോമത്തിലേക്ക് ശുദ്ധമായ വസ്തുക്കളെയല്ലേ ഹവിസായിട്ട് അർപ്പിക്കുന്നത്, അല്ലേ? ശുദ്ധമായ ഒരു 4 ദിവസം മുമ്പ് പഴുത്ത് കേടുവന്ന പഴത്തെയാണോ അർപ്പിക്കുന്നത്? കേടുവന്ന നെയ്യാണോ അർപ്പിക്കുന്നത്?
ഏറ്റവും ശുദ്ധമായ വസ്തുക്കളെയാണ് അഗ്നിഹോമത്തിലേക്ക്, ശാന്തി ഹോമത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ എന്ന് പറയുന്ന അഗ്നി, ആ അഗ്നിയുടെ തീനാമ്പാകുന്ന ഈ കണ്ണിലേക്ക് അർപ്പിക്കേണ്ടുന്ന രൂപം എന്ന് പറയുന്ന വിഷയം ശുദ്ധമാകണ്ടേ അല്ലേ? ശുദ്ധമാകണ്ടേ. ഈ ചെവിയിലേക്ക് അർപ്പിക്കേണ്ടുന്ന ശബ്ദം എന്ന് പറയുന്ന വിഷയം ശുദ്ധമാകണ്ടേ? ഇതിനെന്ത് പറയുന്നു? ഭദ്രം കർണേബി ശൃണിയാമ ദേവാഹ, ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ. അക്ഷഭിഹി, ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ ഭദ്രമായത് മാത്രം കേൾക്കും. ഒരിക്കലും അഭദ്രമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണിലൂടെ, കണ്ണെന്താണ്? ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരന്റെ സ്ഫുലിംഗങ്ങളാണ്, അഗ്നിയാണ്, അഗ്നിയുടെ തീനാമ്പുകളാണ്. ആ കണ്ണിലൂടെ ഒരിക്കലും അഭദ്രമായ രൂപം ഒഴിക്കരുത്, ആ ഹവിസ് ഒഴിക്കരുത്. ഈ ചെവിയിലൂടെ ഒരിക്കലും അഭദ്രമായ ശബ്ദം ഒഴിക്കരുത്. ഇപ്പൊ നോക്കൂ, നമ്മൾ കണ്ണ് തുറന്നാൽ നമ്മൾ ഈ ലോകത്തെ മൊത്തം കാണുന്നുണ്ട് അല്ലേ? അഭദ്രമായ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമുക്ക് കണ്ണടച്ച് പോകാൻ സാധിക്കുമോ? പിന്നെ നമ്മൾ എങ്ങനെയാണ് ഭദ്രമായ കാര്യങ്ങൾ മാത്രം ഈ അഗ്നിയിലേക്ക് ഇന്ദ്രിയങ്ങളാകുന്ന തീനാമ്പുകളുടെ പകരേണ്ടത്? ഭദ്രമായ കാര്യം മാത്രം എനിക്ക് കേൾക്കണം, ഭദ്രമായ കാര്യം മാത്രം എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുമോ? കേൾക്കാൻ സാധിക്കുമോ? എന്താണോ കേൾക്കുന്നത് അത് ഭദ്രമാക്കി തീർക്കുക, അത്രയേ ഉള്ളൂ. എന്താണോ കാണുന്നത്, നമ്മൾ എന്തിനാണോ കാണുന്നത് അത് ഭദ്രമായ കാര്യങ്ങളാക്കി മാറ്റുക. എന്ന് വെച്ചാൽ സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ അഭദ്രമായി യാതൊരു കാര്യവുമില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഭദ്രമായ കാര്യങ്ങളാണ്. ഇനി നോക്കൂ, എന്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാലും അത് ഭദ്രമല്ലേ? ഭദ്രമല്ലാത്ത എന്തെങ്കിലും ഒന്നിനെ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഭദ്രമല്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം അക്ഷരസ്വരൂപിണിയായി കുടികൊള്ളുന്നത് സാക്ഷാൽ ശാരദാദേവി തന്നെയാണ്. വാപ്യവാങ്മയമിതം ജഗസ്ഥിത, ആ അക്ഷരസ്വരൂപിണിയായിട്ട് കുടികൊള്ളുകയാണ്. ഓതും മൊഴിയും ഓർക്കിൽനെ, ഓതുന്ന മൊഴി ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന അക്ഷരങ്ങൾ, അത് ഏത് അക്ഷരങ്ങളും ആയിക്കൊള്ളട്ടെ, അത് ഭദ്രം തന്നെയാണ്. അഭദ്രമായത് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മുടെ മനോനിലയാണ് അത് അഭദ്രമാണെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആന്തരിക ഭാവത്തിൽ സംസ്കരണം ചെയ്തു കഴിഞ്ഞാൽ നാം കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഭദ്രമായി തീരും. നാം കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഭദ്രമായി തീരും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സംസ്കാരം രൂപം കൊള്ളുന്നത് നാം കേൾക്കുന്ന ശബ്ദങ്ങളിലൂടെയാണ്, നാം കാണുന്ന കാഴ്ചകളിലൂടെയാണ്. ഈ ശബ്ദങ്ങളും കാഴ്ചകളും ഭദ്രമാക്കി കഴിഞ്ഞാൽ ഒരു ഉയർന്ന സംസ്കാരം നമുക്കുണ്ടാകും. അപ്പോൾ ഈ തീനാമ്പുകളിലൂടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ തീനാമ്പുകളാകുന്ന ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. അശുദ്ധമായത് സമർപ്പിച്ചു കഴിഞ്ഞാൽ യജ്ഞത്തിന് ദോഷം വരും. ആ ദോഷം നമുക്ക് ബാധിക്കും. അതുകൊണ്ട് ഒരു തരത്തിലും അശുദ്ധമായ കാര്യങ്ങൾ ഇതിലൂടെ സമർപ്പിക്കരുത്. രസനേന്ദ്രിയം, ആ രസനേന്ദ്രിയം എന്താണെന്ന് ഗുരു പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് ഉള്ളിൽ കുടികൊള്ളുന്ന അഗ്നിയുടെ തീനാമ്പാണ് രസനേന്ദ്രിയം. ആ രസനേന്ദ്രിയത്തിൽ സമർപ്പിക്കേണ്ടത് എന്താണ്? ഭദ്രമായ കാര്യങ്ങൾ മാത്രമാണ്. പ്രാണിഹിംസ പരാമുഖായ നമഃ എന്ന് പുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലി ഗോമാതാവിനെ വെട്ടിനുറുക്കി പാക്കറ്റിലാക്കി കൊണ്ടുവരരുത്. ആശയം മനസ്സിലായില്ലേ? പ്രാണിഹിംസ പരാമുഖായ നമഃ എന്ന് നമ്മൾ മന്ത്രം ചൊല്ലുന്നു. നമ്മൾ രസനേന്ദ്രിയത്തിലൂടെ ഒരു പ്രാണിയെ കൊന്ന് അത് രസനേന്ദ്രിയത്തിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ആ യജ്ഞം ശ്രേഷ്ഠമായി തീരുമോ? അതുകൊണ്ട് രസനേന്ദ്രിയം ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ തീനാമ്പാണ്. ആ തീനാമ്പിലേക്ക് ഒരിക്കലും മോശമായ ഹിംസ ചെയ്ത വസ്തുക്കൾ ഏതെങ്കിലും യാഗത്തിൽ, പണ്ട് കാലത്തൊക്കെ ഒരു യജ്ഞത്തെ അശുദ്ധമാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും? അസുരന്മാർ ആ യജ്ഞത്തിലേക്ക്, ഹോമകുണ്ഡത്തിലേക്ക് മാംസങ്ങൾ വലിച്ചെറിയും. അപ്പൊ ഹോമകുണ്ഡത്തിലേക്ക് മാംസങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോമം അശുദ്ധമായി തീരും. രാജാവിന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആൾക്കാരിന് ഫലം ലഭിക്കില്ല, മറിച്ച് പാപഫലം വന്നു ചേരും. അതേപോലെ തന്നെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ അഗ്നിയിലേക്ക് രസനേന്ദ്രിയമാകുന്ന നാവിലൂടെ ഏറ്റവും ശുദ്ധമായ ഹവിസ് മാത്രം നമ്മൾ അർപ്പിക്കണം. അപ്പോൾ ഈ മന്ത്രം ചൊല്ലി തൊയ് വിഷയ ഇതി സമിതോ ജുഹോമി, ഞാൻ നിന്നിൽ വിഷയങ്ങളാകുന്ന സമിത്യത അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ട എല്ലാ വിഷയങ്ങളെയും ഇതിൽ അർപ്പിക്കാൻ പാടില്ല. ശുദ്ധമായ വിഷയത്തെ മാത്രം അർപ്പിക്കണം. അടുത്ത് എന്താണ് അർപ്പിക്കേണ്ടത്? അഹമിത്യാജ്യം ജുഹോമി, ആ വിഷയങ്ങളാകുന്ന
സമിത്തുകള് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയൊക്കെ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അടുത്തതായിട്ട് സമർപ്പിക്കേണ്ടത് അഹമാണ്. ആരാണ് ഈ അഹം? ഏത് അഹത്തെയാണ് നമ്മൾ? ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. അപ്പൊ ആജ്യമാകുന്ന അഹമാകുന്ന ആ നെയ്യെ നമ്മൾ ഈ ഹവനത്തിൽ അർപ്പിക്കണം. ഏതാണ് ആ അഹം? ആരാണ് അഹം? അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവ തൃപ്പാദങ്ങള് ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതി, ആ കൃതിയില് മനോഹരമായ ഒരു ആഖ്യാനം വരച്ച് കാണിക്കുന്നു. ഒരു ശിഷ്യൻ ഒരു ഗുരുവിന്റെ അടുത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് ഗുരുവിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അഹം കഹ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇദം ജഗത് കുതഹ. അഹം കഹ എന്ന് പറഞ്ഞാൽ ഞാൻ ആര് എന്നാണ് അർത്ഥം. ഇദം ജഗത് കുതഹ എന്ന് പറഞ്ഞാൽ ഈ ലോകം എവിടെ നിന്ന് വന്നു എന്നാണ് അർത്ഥം. അപ്പോ ഇവിടെ നമുക്കെല്ലാവർക്കും അഹം കഹ, ഞാൻ ആര് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആര് എന്നറിയാത്തതായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെയില്ല. ആ ചോദ്യം ചോദിച്ച ശിഷ്യനും അറിയാം ഞാൻ ആര് എന്നുള്ളത്. പക്ഷേ നമ്മൾ നമ്മെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഗോത്രത്തിൽ, ഇന്ന കുലത്തിൽ, ഇന്ന രാജ്യത്ത്, ഇന്നയാളുടെ മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചയാളാണ് നമ്മൾ പറയുന്നു, അല്ലേ? എല്ലാവരും പറയുന്നു. അപ്പൊ ഞാൻ ആര് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അപൂർണനായ വ്യക്തി എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. ഞാൻ പണം കൊണ്ട് അപൂർണൻ, ഞാൻ പദവിയിൽ അപൂർണൻ, ഞാൻ സമ്പത്തിൽ, എല്ലാ കാര്യത്തിലും അപൂർണനാണ്, ഞാനൊരു പിന്നോക്കക്കാരൻ. അങ്ങനെ എല്ലാ കാര്യത്തിലും അപൂർണതയോടൊത്ത, അപൂർണതാ ബോധത്തോടൊത്ത ഒരു ഭാവത്തെയാണ് നമ്മളിപ്പോൾ ഞാനായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലും ഞാൻ എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണനായ വ്യക്തി, അസാമാന്യ ശക്തിശാലിയായ വ്യക്തി, ഈ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുവാൻ ശക്തിയുള്ളവനാണ് ഞാൻ എന്ന ബോധ്യത്തിലാണോ ഒരാൾ അഹത്തെ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണോ? അല്ലല്ലോ. അഹത്തെ നമ്മൾ എപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാലും അപൂർണതയോടൊത്ത അഹത്തെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ അപൂർണതയോടൊത്ത അഹത്തെയാണ് നമ്മൾ എവിടെ സമർപ്പിക്കേണ്ടത്? ഈ അഗ്നിഹവനത്തിൽ സമർപ്പിക്കേണ്ടത്. ആശയം വ്യക്തമായില്ലേ? കാരണം നമുക്ക് ബാക്കിയെല്ലാം സമർപ്പിക്കാൻ കഴിയും, പക്ഷേ സ്വന്തം വ്യക്തിത്വത്തെ, സ്വന്തം അഹംബോധത്തെ നമുക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കഠിനമായ കാര്യമാണ്. അതുകൊണ്ട് അനേകം അപൂർണതാ ബോധത്തോടൊത്ത നമ്മുടെ വ്യക്തിഭാവത്തെ, ഞാൻ ഏതെല്ലാം പ്രകാരത്തിൽ അപൂർണനാണോ ആ എല്ലാ അപൂർണതാ ബോധത്തോടു കൂടും ചേർന്ന അഹം എന്ന് പറയുന്ന ആ ബോധത്തെ, അതിനെയും ഞാൻ ഈ അഗ്നിഹവനത്തിലേക്ക്, ഈ അഗ്നിയിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, സ്വാഹ ചെയ്തിരിക്കുന്നു. ആശയം വ്യക്തമല്ലേ? ത്വം നഹ പ്രസീദ പ്രസീദ, നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും. ഇവിടെ നഹ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ വിസർഗം അത് അർദ്ധമാത്രയിൽ ഉച്ചരിക്കണം. നമ്മുടെ ഒരു നിയമം അനുസരിച്ച് പകാരത്തിന് പായുടെ മുമ്പിൽ വിസർഗം വന്നാൽ അർദ്ധമാത്രയിൽ ത്വം നഹ പ്രസീദ പ്രസീദ. അല്ലെങ്കിൽ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ത്വം ന പ്രസീദ പ്രസീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളിൽ പ്രസാദിക്കരുത് എന്നർത്ഥം വരും. നകാരത്തിന് സംസ്കൃതത്തിൽ നിഷേധാർത്ഥവുമുണ്ട്. അതേപോലെ ഷഷ്ടി ബഹുവചനത്തിൽ നഹ എന്ന് പറയുന്നു. നഹ വിസർഗമുണ്ട്. ആ വിസർഗം പൂർണ്ണമായിട്ടും ഉച്ചരിക്കരുത്. ത്വം നഹ പ്രസീദ പ്രസീദ. ഉത്തരഭാരതത്തിൽ സിസ്റ്റം ആണെങ്കിൽ ത്വം നഹ് പ്രസീദ പ്രസീദ ഫ് എന്ന് പറയും. അതുകൊണ്ട് നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും. ഇനി അതിന്റെ ഈ അഗ്നിഹോമത്തിന്റെ ഫലം എന്താണ്? ഫലം പറയുന്നു, ശ്രേയശ്ച പ്രേയച്ച പ്രയച്ച സ്വാഹ എന്ന് പറയുന്നു. ശ്രേയസ്സും പ്രേയസ്സും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചാലും. ശ്രേയസ്, പ്രേയസ് എന്ന് പറഞ്ഞാൽ അതിശയേന പ്രിയം. ഇതിനെയാണ് പ്രേയസ് എന്ന് പറയുന്നത്. പ്രേയസിന്റെ നിർവചനമാണ് അതിശയേന പ്രിയം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ അതിശയേന പ്രശസ്യം. അതിശയേന പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പ്രിയകരമായിട്ടുണ്ട്. ഈ പ്രിയകരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രിയകരമായത് ഏതാണോ അതിനെയാണ് പ്രേയസ് എന്ന് പറയുന്നത്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഹിതകരം എന്നാണ് അർത്ഥം. ഒന്ന് പ്രിയകരം, പ്രേയസ്. ശ്രേയസ് ഹിതകരമാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ഹിതകരമായിട്ടുണ്ട്. ഈ ഹിതകരമായ കാര്യങ്ങളിൽ അതിശയേന ഹിതകരം, ഏറ്റവും ഹിതകരമായ കാര്യം എന്താണോ അതാണ് ശ്രേയസ്. നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവയും ഹിതകരമായി കൊള്ളണമെന്നില്ല. അങ്ങനെയുണ്ടോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു
നമുക്ക് നല്ല ഡയബറ്റിക്സ് ആണ്, ഏറ്റവും പ്രിയപ്പെട്ടത് ലഡുവാണ്. ആ ലഡു നമുക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷേ ഹിതകരമാണോ? ഹിതകരമല്ല. ഇനി നമുക്ക് ഹിതകരമായത് നമുക്ക് പ്രിയകരമാകണമെന്നില്ല. നല്ല പനി വന്നു, അപ്പൊ കഷായം കുടിക്കാൻ പറഞ്ഞു. കഷായം ഹിതകരമാണോ? നമുക്ക് കയ്പല്ലേ, പക്ഷെ ഹിതകരമാണ്, അത് പ്രിയകരമല്ല. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടവയിൽ ശ്രേഷ്ഠമായതാണ് പ്രേയസ്. അർത്ഥം ഭൗതികമായ എല്ലാ സുഖസമ്പത്തും എല്ലാ പ്രാപ്തികളും. ഇനിയോ ഏറ്റവും ഹിതകരമായതിൽ ശ്രേഷ്ഠമാണ് എന്ത്? ശ്രേയസ്. അർത്ഥം ആധ്യാത്മികമായ ഏറ്റവും ഉന്നതമായ അനുഭൂതി. ഈ ആധ്യാത്മികമായ അനുഭൂതിയെ, സ്വാനുഭവത്തെ കൈവരിക്കണമെങ്കിൽ അല്പം കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആ പാത നമുക്ക് പ്രിയകരമാകണമെന്നില്ല, ഹിതകരമാണെങ്കിൽ കൂടിയും. അപ്പോൾ ആത്മീയമായ പുരോഗതി, ആത്മീയമായ സാക്ഷാത്കാരം ശ്രേയസ് എന്ന് പറയുന്നു. ഭൗതികമായ ഉന്നതി, സാക്ഷാത്കാരം പ്രേയസ് എന്ന് പറയുന്നു. ഈ രണ്ടും നിങ്ങൾ ഭഗവാനെ അങ്ങ് എനിക്ക് നൽകി അനുഗ്രഹിച്ചാലോ എന്ന് പറയുന്നു. ഇപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഒരു ആശയത്തെ പറഞ്ഞു. ആ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഒരു ശിഷ്യൻ 2 ചോദ്യങ്ങളെ ഗുരുനാഥനോട് ചോദിക്കുന്നുണ്ട്, അല്ലേ? 2 ചോദ്യങ്ങളെ. ഒന്നാമത്തെ ചോദ്യമാണ് അഹം കഹ. ഈ അഹം കഹ എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരത്തെ തേടുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അതിനെന്ത് പറയാം? ശ്രേയസ് എന്ന് പറയാം. ഞാൻ ആര് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആ ഗ്രന്ഥത്തിൽ ഗുരുദേവൻ പറയുന്നു, ത്വം ബ്രഹ്മഹി, നീ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. അപ്പോൾ നീ ബ്രഹ്മം തന്നെ എന്ന നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഈശ്വരനെ, ആ സമ്പൂർണതയെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അതിനെന്തു പറയാം? നമുക്ക് ശ്രേയോ മാർഗമെന്ന് പറയാം, ശ്രേയസ് എന്ന് പറയാം. അടുത്ത ചോദ്യം എന്താണ്? ഇതം ജഗത് കുരഹ, ഈ ലോകം എവിടെ നിന്നുണ്ടായി? ഈ ലോകത്തെ, നമ്മളിന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നു, ഈ ലോകവുമായി ബന്ധപ്പെടുന്നു, ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ അറിവുകളെ നമുക്ക് എന്ത് പറയാം? ഭൗതികമായ അറിവെന്ന് പറയാം. ഈ ഭൗതികമായ അറിവാണ് ഭൗതികമായ പുരോഗതിയിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ ഭൗതികമായ അറിവിന് എന്ത് പറയാം? പ്രേയസ് എന്ന് പറയാം. അപ്പോൾ ആത്മീയമാകുന്ന ശ്രേയസ്സും ഭൗതികമാകുന്ന പ്രേയസ്സും സമന്വിത രൂപത്തിൽ ഞങ്ങൾക്ക് തന്നാലും എന്ന് പറയുന്നു. നമ്മുടെ ഭാരതം ആധ്യാത്മികതയുടെ വിളഭൂമിയാണ്. പക്ഷേ കാലാകാലങ്ങളിലായി, ഇടക്കാലത്ത്, ആദ്യകാലത്തല്ല, ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആധ്യാത്മികതയെ ദൂരെ മാറ്റി നിർത്തി കേവലം ഭൗതികമായ പുരോഗതിയാണ്, ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളെ നേടിയെടുക്കലാണ് ജീവിതം എന്ന് കൽപ്പിച്ചു. അപ്പൊ ശ്രേയസ്സിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രേയസ്സിനെ നേടിയെടുക്കാനുള്ള എല്ലാ പ്രയത്നവും അർത്ഥശൂന്യമാണ്. അത് ആത്യന്തികമായിട്ട് വിജയിക്കില്ല. നമുക്ക് മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ഇച്ഛകളുണ്ട്. ഈ ഇച്ഛകളെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ജീവിതം വിനിയോഗിക്കുന്നത്. ഈ എല്ലാ ഇച്ഛകളെയും നമുക്ക് മുഖ്യമായിട്ടും 4 തരത്തിൽ വിഭജിക്കാം. മുഖ്യമായിട്ടും 4 തരത്തിൽ. അതിൽ ഒന്നാമത്തെ ഇച്ഛയാണ് എന്ത്? ധർമ്മത്തിനുള്ള ഇച്ഛ, ധർമ്മ ഇച്ഛ. രണ്ടാമത്തെ ഇച്ഛയാണ് അർത്ഥത്തെ സമ്പാദിക്കാനുള്ള ഇച്ഛ. മൂന്നാമത്തെ ഇച്ഛയാണ് കാമത്തിന്റെ ഉള്ള ഇച്ഛ. നാലാമത്തെ ഇച്ഛയാണ് മോക്ഷത്തിനുള്ള ഇച്ഛ. നമുക്ക് എല്ലാ ജീവികളിലും ഈ 4 ഇച്ഛകളും അടങ്ങിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഏറ്റവും പ്രബലമായ ഇച്ഛ എന്താണ്? ഏറ്റവും പ്രബലമായ ഇച്ഛ എന്താണ്? പറയൂ. ഏറ്റവും പ്രബലമായ ഇച്ഛ എന്താണ്? ഞാൻ പറയാം, ജിജീവിഷ. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേര് കൊടുക്കാൻ പറ്റിയ പേരാണ് ജിജീവിഷ. ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിതം ഇച്ഛ, ജീവിക്കാനുള്ള ഇച്ഛയിൽ ഏറ്റവും പ്രബലമായ ഇച്ഛ. പലരും വേറെന്തൊക്കെയോ ആലോചിച്ചു. ആ ഇച്ഛ ഒന്നല്ല, ജീവിക്കാനുള്ള ഇച്ഛയാണ് ഏറ്റവും പ്രബലമായ ഇച്ഛ. ഒരു കൊച്ചു പ്രാണി മുതൽ ഒരു വലിയ ജീവിക്ക് വരെ ഈ ഇച്ഛ പ്രബലമാണ്. ഒരു ഉറുമ്പ് ഇങ്ങനെ പോകുന്നു, ആ ഉറുമ്പിനെ നമ്മൾ വിരൽ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിലേ പോകും. കാരണം അതിനും ജീവിക്കാനുള്ള ഇച്ഛയുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്തുവാൻ, നമ്മുടെ സത്തയെ നിലനിർത്തുവാനുള്ള ഇച്ഛ എല്ലാവരിലും പ്രബലമാണ്. അപ്പൊ ജീവിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? നമുക്ക് മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ വേണ്ടേ? നമുക്ക് ഭക്ഷണം വേണം, വായു വേണം, വെള്ളം വേണം, പാർപ്പിടം വേണം. അപ്പോ ഈ ജീവിതത്തെ നിലനിർത്തുവാനുള്ള അടിസ്ഥാന ആവശ്യങ്ങളെ സമാഹരിക്കുന്നതിനുള്ള ഇച്ഛയാണ് എന്തിച്ഛയാണ്? അർത്ഥ പുരുഷാർത്ഥം എന്ന് പറയുന്നു. ധർമാർത്ഥ പുരുഷാർത്ഥങ്ങൾ, അർത്ഥം, ധർമ്മം, കാമം, മോക്ഷം.
ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാൻ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളെ ആർജിക്കണം. ഈ അടിസ്ഥാന സൗകര്യങ്ങളെ ആർജിക്കുവാനുള്ള ഇച്ഛയാണ് അർത്ഥ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി നമ്മൾ വിശക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. എല്ലാവർക്കും വിശന്നു കഴിഞ്ഞാൽ സാമാന്യമായ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മതി. പക്ഷെ ആ ഭക്ഷണം കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായി തീരണം. ആ ഭക്ഷണം കുറച്ചുകൂടി സ്വാദിഷ്ടമായി തീരണം. എനിക്കൊരു അഭയസ്ഥാനം വേണം, ഒരു പാർപ്പിടം വേണം. ആ പാർപ്പിടം കുറച്ചുകൂടി മനോഹരമായി തീരണം. അങ്ങനെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ കുറച്ചുകൂടി മനോഹരമാക്കണം എന്ന ഇച്ഛയാണ് എന്ത് പറയുന്നത് കാമ ഇച്ഛ എന്ന് പറയുന്നത്, കാമ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ആശയം വ്യക്തമല്ലേ? കാമ പുരുഷാർത്ഥം. ഇനിയോ എൻ്റെ എല്ലാ പരിമിതികളും, എനിക്കിപ്പോൾ ഒരുപാട് പരിമിതികൾ ഉള്ളതായിട്ട് ഞാൻ അനുഭവിക്കുന്നു. ഈ എല്ലാ പരിമിതികളിൽ നിന്ന് എനിക്ക് മുക്തനായി തീരണം, എല്ലാ പരിമിതികളും മറികടക്കണം. ഈ ഇച്ഛയാണ് എന്ത് പറയുന്നത് മോക്ഷ പുരുഷാർത്ഥം അഥവാ മോക്ഷേച്ഛ. പക്ഷെ ഈ 3 ഇച്ഛകളെയും ചേർത്ത്, അതായത് അർത്ഥസമ്പാദനത്തിനുള്ള ഇച്ഛ, കാമസമ്പാദനത്തിനുള്ള ഇച്ഛ, മോക്ഷത്തിനുള്ള ഇച്ഛ, ഈ 3 ഇച്ഛകളെയും ചേർത്ത് നമുക്ക് എന്ത് പറയാം? പൊതുവെ പ്രേയസ് എന്ന് പറയാം, ഈ 3 ഇച്ഛകളെയും. പക്ഷെ ഈ 3 ഇച്ഛകളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ധർമ്മമാകുന്ന അടിത്തറ വേണം. ധർമ്മമില്ലാതെ ഒരിക്കലും ഈ 3 ഇച്ഛകൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും അടിത്തറ എന്താണ്? ധർമ്മമാണ്. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം? എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഏതൊരു നിയമമാണോ കൂട്ടിച്ചേർക്കുന്നത്, ആ കൂട്ടിച്ചേർക്കുന്ന നിയമത്തെ നമുക്ക് ധർമ്മം എന്ന് പറയാം. നമ്മൾ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ വൈരുദ്ധ്യങ്ങളുണ്ട്, അല്ലേ? വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വ്യക്തികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ജാതികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയാണോ ഹിമാചലിന്റെ കാലാവസ്ഥ? പക്ഷെ ഈ എല്ലാ വൈരുദ്ധ്യങ്ങളെയും അത്ഭുതകരമായ രീതിയിൽ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഈശ്വരീയ നിയമത്തെ നമുക്ക് മനനം ചെയ്താൽ അറിയുവാൻ കഴിയും. ആ നിയമം ഇല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ സ്വതന്ത്രമായി ഇവിടെ ഛിന്ന ഭിന്നമാകും, അവ്യവസ്ഥിതി വരും. ഒരു കുടുംബത്തിലെ ഓരോ കുടുംബാംഗത്തെയും നോക്കൂ. ഓരോ വ്യക്തിയുടെയും സ്വഭാവ സംസ്കാരങ്ങൾ വ്യത്യസ്തമല്ലേ, അല്ലേ? ആ വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരത്തോടൊത്ത എല്ലാ അംഗങ്ങളെയും ഒരു കുടുംബമായി ആര് നിലനിർത്തുന്നു? ഏതോ ഒരു നിയമം അവിടെ പ്രവർത്തിക്കുന്നു. ആ നിയമമാണ് എല്ലാറ്റിനെയും യോജിപ്പിക്കുന്നത്. ആ നിയമം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കുടുംബമില്ല. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. നമ്മുടെ ഭാരതം നോക്കൂ, എത്രമാത്രം ഭാഷകൾ, എത്രമാത്രം വേഷങ്ങൾ, എത്രമാത്രം ഭക്ഷണ രീതികൾ. അങ്ങനെ ഈ എല്ലാ വൈരുദ്ധ്യങ്ങളും നിലനിൽക്കെ തന്നെ ഈ രാഷ്ട്രത്തെ രാഷ്ട്രമാക്കി നിലനിർത്തുന്ന ഒരു ഘടകം ഇവിടെയില്ലേ? ആ ഘടകത്തെ എന്തു പറയാം? രാഷ്ട്രത്തെ കൂട്ടിച്ചേർക്കുന്ന ധർമ്മം എന്ന് പറയാം. അങ്ങനെ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മുഴുവൻ പ്രപഞ്ചത്തെയും ഏതോ ഒരു നിയമത്താൽ ഈ മുഴുവൻ പ്രപഞ്ചവും ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്നു. ആ നിയമത്തെ എന്ത് പറയാം? ആ നിയമത്തെ പ്രാപഞ്ചിക ധർമ്മം എന്ന് പറയാം. ആ പ്രാപഞ്ചിക ധർമ്മം ആരാണ്? ഈശ്വരൻ തന്നെയാണ്. ധർമ്മ ഏവ പരം ദൈവം എന്ന് ഗുരുദേവൻ ധർമ്മം എന്ന കൃതിയിൽ ആദ്യം തന്നെ പറയുന്നു. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പദാർത്ഥങ്ങളെയും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വ്യവസ്ഥിതികളെയും ചേർത്ത് കോർത്ത് ഒരു മുത്തുമാലയെ നൂലെപ്രകാരമാണോ കോർത്തിരിക്കുന്നത്, അതേപോലെ ചേർത്ത് കോർത്തിരുത്ത് ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമാക്കി നിലനിർത്തുന്നത് ധർമ്മമാണെന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ ഈ ധർമ്മത്തെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അസ്തിത്വം സാധ്യമാകില്ല, നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റ് 3 പുരുഷാർത്ഥങ്ങളും ഏതിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കണം? ഏതിൻ്റെ അടിത്തറയിൽ? ധർമ്മത്തിന്റെ അടിത്തറയിൽ. ആ ധർമ്മമാണ് ശ്രേയസ്, ആ ധർമ്മമാണ് ശ്രേയോമാർഗം. ആ ധർമ്മവും അതിനെ കൂടാതെ ഭൗതികമായ പുരോഗതികളും ഇതെല്ലാം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചാലും ഭഗവാനെ എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ. അപ്പൊ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ആശയത്തെ സംക്ഷിപ്തമായിട്ടാണ് വിചാരം ചെയ്തത്. അവസാനം ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിചാരത്തെ, ഈ ഒരു സെഷനെ ഉപസംഹരിക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കും. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി.